ഹലോ. അങ്ങനെ ഞങ്ങൾ മട്ടൻ ചോപ്സും ബീഫ് ചോപ്സും ചൂട് പൊറാട്ട നെയ്പ്പത്തിലും കഴിക്കാൻ വേണ്ടി ജിമ്മും കഴിഞ്ഞ് നേരെ മയത്ത് വിട്ട്. അവിടെ കുന്നമ്മക്കരയോ ഏതോ സ്ഥലം, അങ്ങനെ തണ്ണീർപ്പന്തലിൻ്റെ പുറത്താണ്. അപ്പോൾ ഉരുളിയിൽ നല്ല മട്ടനും ചിക്കൻ ചോപ്സൊക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും, ഉച്ചക്ക് 3 മണി മുതൽ വൈകിട്ട് എത്താൻ സമയം. അപ്പം അവരിങ്ങനെ ഉരുളിയിലൊക്കെ ഇട്ട് ഇളക്കി കാണിച്ച് തന്നു, ഇതാണ് സംഭവം, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർഡർ സാധനം എത്തി. ഇതാണ് മുഹമ്മദ്. ഞങ്ങൾ ജിം ഡേ കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഓർഡർ ചെയ്തു, കഴിച്ചു. പൊറാട്ട വന്നു ആദ്യം, മട്ടൻ ചോപ്സും പൊറാട്ടയും, ബീഫ് ചോപ്സും പൊറാട്ടയും കഴിച്ചു. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അത്രക്കാർ ഹൈപ്പ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ളതുണ്ടോയെന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കാം. കുഴപ്പമില്ല. ശിവൻ നല്ല അടിയായിരുന്നു. ലെഗ് ഡേ ആണ്, അതുകൊണ്ട് എൻ്റെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു 3 റൗണ്ട് അടിക്കണം തന്നെ. നല്ല തിരിച്ചും പറിച്ചും തിരിച്ചും അടിയോ അടി. എൻ്റെ പ്ലേറ്റിൽ വരെ കൈയിട്ട് ഇവൻ അടി കണ്ട. നല്ല അടിപൊളി ബീഫാണ്. ഇത് ബീഫാണ് കേട്ടോ, നല്ല ഫ്രഷ് ബീഫ്. നല്ലോണം കറിയിലിങ്ങനെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വാരി വലിച്ച് ഇങ്ങനെ കിന്നാരൊക്കെ പറഞ്ഞ് കഴിക്കുന്നതാണ്. അപ്പോൾ വില്യാപ്പള്ളി ഞാനിങ്ങനെ പോയപ്പോൾ അവനെങ്ങനെ കണ്ടു. അപ്പോൾ മുഹമ്മദ് എന്തുള്ള വിശേഷമോ, എന്നാൽ പിന്നെ മട്ടൻ ചാപ്സ് അടിക്കാൻ പോകാമെന്നുണ്ട്. അങ്ങനെ ജിമ്മിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇവൻ വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ വീണ്ടും ആയിട്ട് തന്നെ പൊറാട്ട വന്ന് അവൻ 6 പൊറാട്ട തിന്നതിന് ശേഷം വീണ്ടും നെയ്പ്പത്തിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂട് നെയ്പ്പത്തിലും അടുത്ത സെറ്റ് മട്ടൻ ചോപ്സും ബീഫ് ചോപ്സും വന്നു. ഇതൊക്കെ അടിക്കുന്ന അവനാണ്. നല്ല ചായയായിരുന്നു, പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്പ്പത്തിൽ ഞാനൊരു പഞ്ച് കൊടുത്തു. നല്ല നല്ല ചൂട് നെയ്പ്പത്തിലും ചോപ്സും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൻ ബുള്ളറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ടാക്കി. അപ്പം സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിക്കർ അടിച്ചിട്ട് ഷാർട്ടാകുന്നില്ല അവന്. അപ്പം പറഞ്ഞില്ല, എന്നെ കൊണ്ടാവില്ല, നിങ്ങൾ എടുത്തോന്ന് തന്നെ. അങ്ങനെ ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ വണ്ടി എടുത്തു. ഞാൻ മാറിയിരുന്നത് നിങ്ങൾ എന്നെ എടുത്തത്. പിന്നെ ഞാൻ ഒറ്റ കിക്കറിൽ വണ്ടി സ്റ്റാർട്ടാക്കി നല്ല മുന്നോട്ട് പോയി. വീണ്ടും ഓഫായി. RAC സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഓഫായി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഓഫാക്കിയിട്ടാണ്, പെട്രോളില്ല എന്നൊക്കെ. അങ്ങനെ 1-2 മണിക്കൂർ ഞങ്ങൾ കളിച്ച് കുറച്ചങ്ങോട്ട് പോയി. സ്റ്റാർട്ടായി, വീണ്ടും ഓഫായി. ഓണടിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു. ഷോർട്ടായതാണെന്നാണ്. പിന്നെ യൂട്യൂബിൽ നോക്കി ഞങ്ങൾ എന്തൊക്കെയോ കളിച്ച് നോക്കി സ്റ്റാർട്ടാവുകയെല്ലാം ചെയ്തു. പിന്നെ ഇവൻ കിക്കർ അടിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ അവൻ്റെ തിന്നതല്ലെങ്കിൽ ഓനക്ക്. പിന്നെ അവിടെയുള്ള ഒരു ഗ്യാരേജുകാരൻ്റെ നമ്പർ തന്നപ്പം ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ച്. അപ്പം അവൻ വന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററിയൊക്കെ വെച്ച്, ബാറ്ററി ചാർജ് കുറച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ബാറ്ററിയൊക്കെ റീചാർജ് ആക്കി വണ്ടി മുന്നോട്ട് പോയ ഗ്യാരേജിൽ വന്ന്. അപ്പോൾ അവിടുന്ന് അവൻ എന്തൊക്കെയോ ഒന്ന് ഓയിലെല്ലാം ഇട്ടൊന്ന് സെറ്റാക്കി തന്ന്